ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വ്ലോഗ് ആണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കാടമുട്ട ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാരും വായോ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാന്റെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇന്ന് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേണ്ട കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഞാൻ ഇതിനൊന്നും അളവ് പറയുന്നില്ല, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാതെ. ഞാൻ കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണമേ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണവേ. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് തീ ഒന്ന് കുറച്ചിട്ടേക്കണേ. അങ്ങനെ കുറച്ച് നേരം ഇളക്കി ഇതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് പുഴുങ്ങിയ കാടമുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ മുട്ടയും മസാലയും തമ്മിൽ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ മുട്ടയുടെ മേളിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണവേ. അങ്ങനെ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ ഇതിന്റെ പുറത്ത് കുറച്ച് സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാൻ. ഒരു കുറച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതിയേ. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതെടുക്കാവേ. അങ്ങനെ നമ്മുടെ കാടമുട്ട ഫ്രൈ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ എരിവ് കുറച്ചാണ് കേട്ടോ ഇടുന്നത്. ഇവിടെ എല്ലാവരും കഴിക്കേണ്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഞാൻ കാടമുട്ട അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എരിവ് കുറച്ചിട്ടതുകൊണ്ട് എനിക്ക് കഴിക്കാൻ നല്ല രീതിക്ക് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ അങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി. നിങ്ങൾ ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഇത് വീട്ടിൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ ചേട്ടാ. ബൈ, സീ യു.